ചാവിച്ചിട്ടുണ്ടാവുള്ളൂ. സാമ്പാറുണ്ട്. എടുത്തോ. എടുക്കണം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ആണ് നമ്മുടെ ബേബിയുടെ 5th month അനോമലി സ്കാൻ. എല്ലാ ഫീച്ചേഴ്സും അതുപോലെ എല്ലാം ഓക്കെയാണ്, ബേബി ഹെൽത്തി ആണോ എന്നൊക്കെ അറിയാൻ പറ്റുന്ന സ്കാനിങ് ആണ് അനോമലി സ്കാൻ. അപ്പം ബേബി പക്ഷെ തീരെ കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. ആള് കഴിഞ്ഞ പ്രാവശ്യത്തെ NT സ്കാനില് നേരെ ആളെ കിട്ടേണ്ടതിന് ആള് കമിഴ്ന്ന് കിടക്കായിരുന്നു കേട്ടോ. ഇത്തവണ ആളെ കമിഴ്ന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കി, പക്ഷെ ആള് നേരെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 10 മണി ഏകദേശം ആ ഒരു ടൈമിൽ പോയതാണ്. പോയിട്ട് ആദ്യം തന്നെ നമ്മൾ സ്കാനിങ്ങിന് കയറി ഒരു 3/4 മണിക്കൂറോളം നമ്മൾ നോക്കി, ബട്ട് ഒരു കോർഡിനേഷൻ ഇല്ല. ദെൻ ഡോക്ടർ ഫുഡ് കഴിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് വന്ന് ഒരു 2:30-3 മണി ആയപ്പോഴത്തേക്കും എന്നോട് സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങാൻ പറഞ്ഞപ്പോഴത്തേക്കും കമിഴ്ന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരു 3 മണി ആയപ്പോഴത്തേക്കും നമ്മൾ സെക്കൻഡ് സ്കാനിങ്ങിന് കയറി. അപ്പോഴും ആള് കോർഡിനേറ്റ് ചെയ്യുന്നില്ല. ആള് നേരെ തന്നെ കിടക്കുക. നല്ല വാശിയിലായിരുന്നു. എന്നിട്ടും കുറേ ഒരു 1/2 മണിക്കൂറോളം നോക്കി, ബട്ട് നോ വേ, നോ ചാൻസ്. അതിനുശേഷം ചായ കുടിക്കാൻ പോയി. വെയിറ്റ് ചെയ്തിരുന്ന് ചായ ഒക്കെ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ സെക്കൻഡ് സ്കാനിങ്ങിന് കയറിയത്. ഫുഡും കഴിച്ചു, ചായ കുടിയും കഴിഞ്ഞിട്ടാണ് കയറിയത്. എന്നിട്ടും തീരെ കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. സോ ഡോക്ടർ നെക്സ്റ്റ് ഡേയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പം ഇന്നത്തെ സ്കാനിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് നമ്മൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം ഇരുന്നെങ്കിലും ആൾ തീരെ ഇത് ചെയ്യാത്ത കാരണം കൊണ്ട് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ കുറേയൊക്കെ സ്കാനിങ്ങിൽ എടുക്കേണ്ട കാര്യങ്ങൾ എടുത്തിന് കമിഴ്ന്നിട്ട് ആളുടെ സ്പൈനലൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും കൂടെ ആയിട്ട് കിട്ടാത്ത കാരണം കൊണ്ട് നെക്സ്റ്റ് സ്കാനിങ് പറഞ്ഞേക്കാം. അങ്ങനെ തിരിച്ചു പോവുകയാണ്. രാവിലെ ഇയാള് ഞാൻ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു. കാരണം ഉറക്കം എനിക്ക് അങ്ങോട്ട് മതിയാവാണ്ട് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, എന്നാലും നമ്മളിവിടെ കറക്റ്റ് ടൈമിങ്ങിന് എത്തി. അപ്പോൾ ഇപ്പം കൊച്ചിൻ്റെ മനസ്സിലതായിരിക്കും, ഇത്രയും കഷ്ടപ്പെടുത്തി എന്നെ എഴുന്നേപ്പിച്ച് കൊണ്ടുപോയിട്ട് ഇത്രയും കഷ്ടപ്പാട് ഉണ്ടായതല്ലേ, അപ്പം അതിനൊന്നും കൂടെ കൊണ്ടുപോയിട്ട് വരുമെന്നൊക്കെ. അടുത്ത ദിവസം കംപ്ലീറ്റ് ഹോസ്പിറ്റലായിരുന്നു. ഫ്രം മോർണിംഗ് 10 AM to 5 PM. ഇപ്പോൾ 5 മണിയായി വൈകുന്നേരം. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയതേ ഉള്ളൂ. ഓൺ ദ വേ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അവിടെ വർക്കേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് മീറ്റ് ചെയ്തിട്ടാണ് ഇനി വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ്ലി നല്ല ടയേർഡായിട്ടുള്ളൊരു ഡേ ആണ്. ഓക്കെ ഗായ്സ്, അങ്ങനെ വീടെത്തി, ഫ്രഷായി, എന്താ പറയുക, ചെറിയൊരു കുത്തുരപ്പടിക്ക് ഇരുന്നോണ്ടിരിക്കുകയാണ്. എനിക്കിങ്ങനെ
കുത്തിരപ്പണി അതെനിക്ക് പപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ നമ്മൾ ചെയ്യില്ലേ ടൈം പാസ്സിന്, അതൊക്കെ പറയും. പക്ഷെ ഇത് ടൈം പാസ്സല്ല. എൻ്റെ കയ്യിലുള്ള റോസ് കോട്ട്സും അതുപോലെ ജെം സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് ഒന്ന് റീമേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കാം, എന്നിട്ട് ബാക്കി പരിപാടി. അതിൻ്റെ ഇടയിൽ ഈ ഒരു പരിപാടിയും കൂടെ നോക്കട്ടെ അതിൻ്റെ എങ്ങനെയാണ് വന്നിരിക്കണേന്ന്. ഇവിടെ അടുത്ത് കാണിച്ചു. ഗ്രീൻ, ഇത് ഫുൾ ലൈറ്റ് കളറായല്ലോ. ഇതിന്റെ കളർ പോയോ? എന്നാ ഇത് പൊട്ടിക്ക്. ഇതില് ഡാർക്ക് കളേഴ്സ് ഉണ്ട്. ഇത് പുതിയ ഫുൾ വൈറ്റ് ആയി. ചേന്റെ പനി പറഞ്ഞാ അതിനു വേണ്ടി എനിക്ക് തന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയിട്ട് കോമഡിയാണ്. പോയിട്ട് നിന്റെ കൊച്ച് കോർഡിനേറ്റ് ചെയ്യുന്നില്ല തീരെ. അവൻ കമന്ന് തരുന്നില്ല. കമിഴാണ്ട് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സ്കാനിങ് കംപ്ലീറ്റ് ആയില്ല. തേഴ്സ്ഡേ വരുന്നു. ഞാൻ നല്ലോണം തിരിഞ്ഞ് തന്നെ ഉറങ്ങണ ഉറക്കത്തില്. എനിക്ക് എന്നോട് ചോദിച്ചു സ്വപ്നത്തിൽ കിടന്ന് എന്തോ പറഞ്ഞിട്ട് ഈ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് ഡോറിന്റെ അങ്ങോട്ട് ഫേസിൽ കിടന്നു. എന്തോ പറഞ്ഞിട്ട് ഒറ്റ തിരിയില് ഞാൻ പെട്ടെന്ന് എണ്ണീറ്റ് ഇങ്ങനെ ഒറ്റ പറയില്ല മോള്. അതിന്റെ ഭാഷയായിരിക്കും. പിന്നല്ലാണ്ട് ഇങ്ങനെ തിരിഞ്ഞു വട്ടം സ്വപ്നം കാണുന്നതൊന്നും അറിയില്ല ഉറക്കത്തില്. സ്വപ്നം കണ്ടത് ഞാനെന്നിട്ടാ പോലീസുകാരൊക്കെ സ്വപ്നം കണ്ടേ. എന്നിട്ട് കള്ളന്മാര് വരുമ്പോ കള്ളന്മാരോട് പറയാണ് പോലീസിന്റെ അങ്ങനെ ചെല്ലേ പവർ ഹൗസിന്റെ അവിടെ പോലീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തിരിയിലിരുന്നത്. ആ കറക്റ്റ് ആ സമയത്ത് ഞാൻ കണ്ണും തുറന്നു എന്നിട്ട് തിരിഞ്ഞു കിടന്നു. പിന്നെ കുഞ്ഞിന്റെ ആലോചിക്കാൻ വൈകിട്ട് കിടക്കുമ്പോ അതൊക്കെ ഓർത്ത് ഫാനൊന്നുമല്ലോ ചൂടെടുക്കണം. കയറി വരുന്നോളം വരെ ഫുള്ള്. പിന്നെ വോളിൽ അതുപോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വോള് പിന്നെ കോമണ. അപ്പു വേണതോ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ആ ഒരു ലൈറ്റിങ് വരുന്നത് നല്ല ബോഡി പെയിനും നല്ല പനിയും. വാക്സിൻ്റെ ആണെന്ന് തോന്നുന്നു സൈഡ് എഫക്ട്സ്. ഇങ്ങനെ പുറത്തേക്ക് അത് റിയാക്ട് ചെയ്ത് തുടങ്ങി. പനിയായ പുഷി ഓൾ ക്രെഡിറ്റ്സിലിറ്റി. അത് നിന്റെ പനി. എനിക്ക് പനിക്കുന്നത് ഇന്ന് വാക്സിൻ എടുത്തിട്ടാന്ന് തോന്നുന്നു. പെട്ടെന്ന് പനിയായി തുടങ്ങി. ബോഡി പെയിൻ ഇതൊക്കെ ആയിട്ട് അറിയില്ല. കൈയൊക്കെ നല്ല വേദനയുണ്ട് ഇപ്പോഴും. കൈ അങ്ങോട്ട് പൊക്കാറായിട്ടില്ല. ഫ്ലൂ വാക്സിൻ. ഇനി TD അത് നെക്സ്റ്റിലാണോ പറഞ്ഞേ? അത് ഇത് കുത്തിപ്പോ എനിക്ക് വേദന എടുത്തില്ല. ആദ്യമായിട്ട് എനിക്കൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വേദന എടുക്കാണ്ടിരിക്കണേ. ഞാൻ ഒച്ചെടുത്തായിട്ടില്ലല്ലോ. കൊള്ളാമായിരുന്നു. ചുക്കാപ്പി പപ്പയുടെ മാസം ഡ്രിങ്ക് എടുക്കണം. ഇല്ല 70 കിലോയോ? താങ്കൾ ഉണ്ടാവില്ലല്ലോ. എസ്കേപ്പ് അടിക്കണല്ലേ നൈസായിട്ട്. എനിക്കറിയാം.
കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് എപ്പോഴും കമൻറ്റ് ബോക്സിലായിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിൽ, ഈ പ്രഗ്നൻസി ആയ ടൈമിൽ എനിക്ക് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടായിരുന്നു എന്ന് ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും എനിക്ക് സിംറ്റംസ് 10th day ഓൺവേർഡ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 10th day ഓൺവേർഡ്സ് മീൻസ് നമ്മളുടെ ഓവുലേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള 10th day മുതൽ നല്ല ബാക്ക് പെയിൻ, അതേപോലെ നല്ലൊരു ടയർഡ്നെസ് എല്ലാം ഉണ്ടായിരുന്നു, പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് ഫസ്റ്റത്തെ എനിക്ക് തോന്നുന്നു റിവീൽ ചെയ്തതിന് ശേഷമുള്ള വീഡിയോയിൽ കുറച്ച് സിംറ്റംസ് കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് നമ്മൾ പോയി കൺഫേം ചെയ്ത ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടത്. അത് ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇത് പെട്ടെന്ന് അറിയാൻ പറ്റി അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറയുന്നത്. ഇപ്പോൾ എന്ന് പറയാനായിട്ട് ക്രേവിങ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക കിടന്നു പോകുന്ന അങ്ങനത്തെ സംഭവമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ദൈവം സഹായിച്ച് ആ കുറച്ച് പീരീഡ് ഒരു 3-4 months എല്ലാവർക്കും വരുന്ന ആ ഒരു ടൈമിൽ, വോമിറ്റിംഗ് ഒക്കെ വരുന്ന ടൈമിൽ ഞാൻ നല്ല ഹെൽത്തി ആയിരുന്നു, താങ്ക്സ് ടു ഗോഡ്. എപ്പോഴും ചോദിക്കുന്നത് ഡോക്ടർ രാജഗിരിയിൽ മാത്രമാണോ ഇരിക്കുന്നത്? ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അല്ല കേട്ടോ, പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട്. എവിടെ വെച്ച സ്ഥലം? കൊല്ലത്തും ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. സ്വന്തം ഹോസ്പിറ്റലാണ് ആളുടെ. അപ്പം അത് കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നത്. അപ്പം കോൺടാക്ട് നമ്പറാണ് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുക. കോൺടാക്ട് നമ്പർ ഓൾറെഡി ഡോക്ടറുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാം പേജിലും ഡോക്ടർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ റിവീൽ ചെയ്ത വീഡിയോയിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കോസ്റ്റ്ലി ആണോ ട്രീറ്റ്മെൻറ്റ്? പിന്നെ എന്താ എന്നോട് ചോദിക്കുന്നത്, മെഡിസിൻസ് ഒക്കെ എന്താണ്? അതൊന്നും എനിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം കോസ്റ്റ്ലി ആണോ ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കൺസൾട്ടേഷൻ എത്രയാണ് നമുക്ക് നോർമൽ ചാർജസ് വരാം? 350 to 500. അതാണ് ഡോക്ടേഴ്സിൻ്റെ ഒരു കൺസൾട്ടേഷൻ ചാർജസ് നോർമലി നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ വരിക. ഡോക്ടറുടെ ചാർജസ് ആ സമയത്ത് ഇവിടെ രാജഗിരിയിലായിരുന്നപ്പോൾ 300 to 350, ആ ഒരു എനിക്ക് തോന്നുന്നു 350 ആണ് അല്ലേ, അതാന്ന് തോന്നുന്നു. പിന്നെയുള്ള ബാക്കി ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾ കൺസൾട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ വലിയ എന്താ പറയുക എക്സ്പെൻസസിലേക്കൊന്നും പോകുന്ന കാര്യങ്ങളാവില്ല. ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ അതൊന്നും എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല, എനിക്ക് പറഞ്ഞു തരാനും പറ്റില്ല. എന്തായാലും അത് കൺസൾട്ട് ചെയ്തിട്ടാണ് നോക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ടെൻഷൻ അടിച്ചിരിക്കാതെ ഒരു വിശ്വാസം അർപ്പിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഒരു ഡോക്ടറിനെ നമ്മൾ ബിലീവ് ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പം അതിൽ ട്രസ്റ്റ് ചെയ്തിട്ട് ബാക്കിത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൊസീഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി വയ്യെങ്കിലും ഒന്ന് പുറത്ത് പോകണമല്ലേ. അത് അതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് എന്തൊക്കെയോ ഷോപ്പിംഗ് ഉണ്ട്. അപ്പം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നൈറ്റ് ഔട്ട് പോകുന്നുണ്ട്. പോയിട്ട് വേണം തിരിച്ച് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ തീരുമാനമൊന്നുമില്ല, കിടന്നുറങ്ങാം. ക്ഷീണമാണ്. എന്തായാലും ആൾക്ക് കുറച്ച് എമർജൻസി ഉണ്ട്, തിരക്കുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ട് വരാമെന്ന് വെച്ചാൽ ചെറിയ അത്യാവശ്യമുള്ള ഷോപ്പിംഗ് ആണ്. അപ്പം അതിന് പോയിട്ട് വേഗം അറിയോ കുമ്പിടി ഞാൻ പിടിച്ചു. കുമ്പിടിനെ കാണിക്കാന്ന്. കുമ്പിടിയുടെ മുടിയൊക്കെ ശരിയായി, മുടിയൊക്കെ മാറി. ലുലു അടക്കാറായപ്പോഴാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് വരുന്നത്. മൈ ഫസ്റ്റ് വൈഫ്. ഇവിടെ പറയണ ഒന്നാം ഭാര്യ വിളിക്കുന്നു. സമയം 11:15. തിരിച്ചു വന്നിട്ടുള്ള കലാപരിപാടിയാണ്. വായിൽ ആപ്പിൾ ചെയ്യണം. അതും ഗ്രേപ്സ് അല്ല, എന്തായിരുന്നു അത്? ലൂബിക്ക. പുളിയായിരിക്കും, പുളി. എനിക്ക് കഴിക്കാൻ പാടില്ല. അത് ഗ്രേപ്പിന്റെ ടേസ്റ്റ് ആണല്ലോ. പുളിയുണ്ട്.
കൊള്ളാം. പുറത്തെടുത്തോണ്ടോ ഞാൻ തോർത്തുപിടുത്തോണ്ടിരാൻ ഈ പാതിരിക്ക് ഇപ്പൊ തോർത്തിട്ട് പിഴിഞ്ഞിട്ടില്ലാണ് ഞാൻ പിഴിഞ്ഞ് തരും. വേണ്ട മനുഷ്യന്റെ പുളിച്ചിട്ട് കുടിക്കാൻ പറ്റില്ല. അത് ഇതിനകത്ത് വെക്കണ്ട, അത് ഇത് ഇത് വേറെ ഒരു ടിന്നിലിട്ട് വെച്ചാ മതി. അപ്പൊ അതിന്റെ വേറെ പാത്രം എടുത്തുണ്ടോ? വെള്ളം വാടുവാ. എല്ലാം എടുത്തോണ്ട് വരൂ. എനിക്കുള്ള പണി ഇതാണ്. കപ്പലില് ഷിപ്പില് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്ന് കണ്ടുപിടിച്ചെങ്കിൽ വരും. ഷിപ്പില് എത്ര 10-20 കിലോ ഫ്രൂട്ട്സ് കൊറോണ ടൈമിൽ. നിനക്ക് ഇന്ന് നട്ട പാതിരാത്രിക്കാണോ ഈ വക പണികൾക്ക്? ഇത് രാത്രിയില ചെയ്യണേ, പകല് വെട്ടത്തൊന്നും ചെയ്യരുത്. രാത്രി ചെയ്യുമ്പോൾ അതല്ലേ വൈനൊക്കെ കിട്ടി ഇരുട്ടത്ത് വെക്കുന്നത്. അതെ, മമ്മി അവിടെ ഇരുന്ന് പറഞ്ഞോണ്ടിരിപ്പുണ്ട്. വേറെ പാത്രം എന്താ? മമ്മി അല്ലാണ്ട് ഇവനെ ഇളക്കി വിടുവോ? വേറെ ഒന്നുമില്ലേ? ഞാൻ പഞ്ചസാര ഇട്ടാണെങ്കിൽ ഒരുത്തനെന്തേ ഉറങ്ങിയാ? ചായ ഇത് കലോ? ഓ മൈ ഗോഡ്. ഇനി ഇത് മൊത്തം പിഴിഞ്ഞിരുന്ന് കുടിച്ചിട്ടാണോ കിടക്കാൻ പോണേ? കുറച്ച് ഗോതമ്പ് മറ്റേ വെള്ളത്തുണിയിൽ കിട്ടിയത് കോട്ടൺ തുണിയിൽ. അപ്പൊ അത് രണ്ടും കൂടി മറ്റേ ഇതില്ലേ ഇഞ്ചി, കറുവപ്പട്ട, ഗ്രാമ്പൂ. ഇഞ്ചിയല്ല മറ്റേ ഇതൊക്കെ ചുമക്കൊക്കെ നല്ലതാണ്. നീ ഇതാരോടെ പറയണേ ചുമക്ക് നല്ലതെന്ന്? അവന് ചുമയുണ്ടെന്നാ പറയണ. അപ്പൊ അവന് കുടിക്കണോന്നാ പറയുന്നത്, വേറെ ഒന്നല്ല. ഹോം മെയ്ഡ് അല്ലേ, അങ്ങനെ കുഴപ്പമില്ല. മറ്റേ ഇത് കുടിച്ചത്. ഇനി ഇതിനകത്ത് ആപ്പിൾ ഇടുവോ? എല്ലാ ഫ്രൂട്ട്സും ഒരുമിച്ച് അങ്ങോട്ട് ഇടും. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം. ഇത് പോയിട്ട് പൊട്ടിക്കാനാണോ അത് ഇപ്പൊ പൊട്ടിക്കാനാണോ? ഇളക്കിപ്പോഴേ മധുരം വന്നു. എടാ എടാ എടാ, എല്ലാവരും കൂടെ വൈനിട്ട് അവസാനം ഇത് തുറക്കുന്ന സമയം നാട്ടിലുണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക്. വൈനിട്ട് തുറക്കുന്ന സമയത്ത് നാട്ടിലുണ്ടാവില്ലല്ലോ നീ പോകുമ്പോ ഞങ്ങളിത് തുറക്കൂലോ. പിന്നെ ഇതിനി എത്ര നാളിടാൻ വരുമല്ലോ? അവിടെ ഇരുന്നോട്ടെ ആർക്കും ഒരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല. ഓ മൈ ഗോഡ്, അവനൊരു തുള്ളി വെള്ളത്തിന്റെ അംശം കൂടി അതിനകത്ത് പറ്റിപ്പിക്കണില്ല. ഈ വക സാധനങ്ങളൊക്കെ ഒരിക്കലും വെള്ളപ്പാടെ എടുത്ത് ചെയ്യരുത്. Everything has to be perfect for him. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വ്യക്തിനെ ഞാൻ എന്താ പറയാ, ഇവിടെ പെർഫെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മമ്മിക്ക് അറിയില്ലേ? ഏത് കാര്യത്തിനും. ഞാൻ 2016-ലോ 2017-ലോ മറ്റോ ഉണ്ടായിരുന്ന ഷിപ്പിലെ ക്യാപ്റ്റൻ. പുള്ളി ഭയങ്കര പാർട്ടിയൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. അപ്പം പുള്ളി ഓരോ പാർട്ടി നല്ല 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 സാധനങ്ങൾ ഓരോന്നുണ്ട്. എക്സ്പെൻസീവ് വൈന്, നല്ല ബോട്ടിൽസ്. അപ്പം വൈന് ഒരു പ്രാവശ്യം എടുത്തു വെച്ചപ്പോൾ പുള്ളി ഇതുപോലെ ഗ്ലാസ് ഒഴിക്കണേക്ക് മുന്നേ അതുപോലെ തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇങ്ങനെ തുടച്ചതിന്റെ പാട് ഇതില്ലേ, ടിഷ്യൂവിന്റെ പൊടി. അയ്യോ, എന്നിട്ട് ജിഎസിനൊക്കെ പറഞ്ഞ് വഴക്കുമായിട്ടൊന്നുമല്ല, അല്ലാണ്ട് പറഞ്ഞ് അതുപോലെ നാളെന്ന് പറഞ്ഞ് മൊത്തം കഴിഞ്ഞത് ഒഴിക്കേണ്ട രീതിയിൽ ഒഴിച്ച് പുള്ളി. അപ്പം വലിയ കുപ്പികളിൽ പാർത്ത് വയ്ക്കാം. അങ്ങനെയൊക്കെ ആക്കി കുടിച്ചാൽ മതി. അത്രയും തന്നെ എനിക്കില്ല. മമ്മി ടേസ്റ്റ് ചെയ്തോ? നീ ആണെങ്കിൽ ഒന്ന് സിപ്പ് ചെയ്തോ. വേണ്ട, ആ കൊച്ചി കിടന്ന് പിരിയും. വേണ്ട വേണ്ട വേണ്ട. അത് മറ്റേ ഏത് മൂട് അതൊക്കെ എന്ത് രസാടാ. മറ്റേ കൂട്ടി അടിക്കാൻ. Cheers, Utashna, cheers.
ചിയേഴ്സ്. രസമുണ്ടാവും. ഞാൻ ഇനി ഒരു കാര്യം പറയാം. ഇത്രയും സാധനങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന വൈൻ ആയതുകൊണ്ട് എനിക്ക് കുടിക്കാൻ പറ്റുന്ന ടൈമിലായിരിക്കണം ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷ് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ടുണ്ടാക്കും. സോ ബാപ്റ്റിസത്തിന് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ആളെ കൊടുക്കാനല്ല, നമുക്ക് ഫാമിലിയില് അല്ലേ. കേക്ക് എല്ലാം തീർന്നില്ലേ? കേക്കും അത് ക്രിസ്മസിനായിരുന്നു. ക്രിസ്മസ് കഴിഞ്ഞില്ലേ? Time is over. ഇസ വരെ അവിടെ നിന്ന് എത്തി നോക്കിട്ടേ പോടുന്നു. വന്നുണ്ടാ മണം പിടിച്ച്. എന്താ ഇവിടെ ഇസ? എന്താ ഇവിടെ ഒരു കള്ളിന്റെ മണം? വേസ്റ്റ് വരുന്നത് എന്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചോളുന്നത്. ഇതാണ് എന്നിട്ടാന്നറിയോ? എടാ അത് കിറങ്ങി കിടക്കൂട്ടോ. പൂവ്, ഗ്രാമ്പൂവിന്റെ പൂവ് കണ്ട, ഫ്ലവർ അതും ഇട് കണ്ട. ഇത് വീക്കിലി ഞാൻ ചെയ്യുന്ന ഒരു റൊട്ടീനാണ് കേട്ടോ, ബം സ്റ്റോറി. നമ്മളുടെ പ്രഗ്നൻസി പീരീഡിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പ്രഗ്നൻസി ജേണൽ എഴുതുക എന്നുള്ളത്. അതിപ്പോൾ ഒരു റൊട്ടീനാണ്. എല്ലാ വീക്കിലും നമുക്കുള്ള ഹാപ്പി മൊമെൻറ്റ്സ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, ടയേർഡാണോ, വീക്കാണോ, ഹാപ്പിയാണോ, എന്തൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത കാര്യങ്ങൾ എല്ലാം നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബേബിയുടെ നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ 5th മന്തൊക്കെ ആകുമ്പോഴത്തേന് മൂമെൻറ്റ്സ് ഒക്കെ അറിഞ്ഞു തുടങ്ങുമല്ലോ. അപ്പോൾ ആ ഫസ്റ്റ് ഡേ എനിക്കുണ്ടായ ഫീലിങ്സ് എല്ലാം നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇതിനകത്ത് അവർ കുറേ സ്റ്റിക്കേഴ്സും അതുപോലെ നമ്മൾക്കുള്ള ഹാപ്പി മൊമെൻറ്റ്സിൻ്റെ ഇമോജീസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ജേണൽ എഴുതിയിട്ട് നൈറ്റ് റൊട്ടീൻ ഞാൻ ചെയ്യാറ്. ബേബി വളർന്നു വരുന്ന ടൈമിൽ അവർക്കിതൊരു നല്ല ഗിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ ചായനും കൂടെ ഇരിക്കും കേട്ടോ, അതൊക്കെ വായിച്ച് നോക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വ്ളോഗ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫുൾ ഒരു ബിസി ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടയേർഡുമാണ്. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.